എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഡ്രാഗൺ ഫ്രൂട്ട് പഴുത്ത് നിൽക്കുന്ന വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഡ്രാഗൺ ഫ്രൂട്ട് പൂത്തപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു, ഒരു പൂന്തോട്ടത്തിൽ നിൽക്കുന്ന പോലെ ഒരു ഫീലായിരുന്നു. അപ്പോൾ എന്നെ കണ്ടവരൊക്കെ കുറച്ച് പേര് ചോദിച്ചു, ഇത് നിലത്താണോ വളർത്തിയിട്ടുള്ളത്, ഇതെങ്ങനെയാണ് നിൽക്കുന്നതെന്ന്. ഇത് തറയിലല്ല, ഇത് ചെറിയ ചെറിയ ഡ്രമ്മുകളിലാണ് നട്ടു വെച്ചിട്ടുള്ളത്. കണ്ടോ, ഇതിപ്പം 1, 2, 3 ഡ്രമ്മാണ് ഈ സൈഡിൽ വെച്ചിട്ടുള്ളത്. 5 വർഷത്തിൽ കൂടുതലായി ഇത് നട്ടിട്ട്. അതുകൊണ്ട് തന്നെ വർഷം കഴിയുന്തോറും ഒരുപാട് കായ്കൾ ഇതിൽ കായ്ക്കുന്നുണ്ട്. പക്ഷെ ദാ ഇവിടെയും ഒരു 3 ഡ്രമ്മിൽ വെച്ചിട്ടുണ്ട്. കണ്ടോ, ഡ്രം ഇപ്പം ഇത് വളർന്ന് പന്തലിച്ച് നിൽക്കുന്നത് കാരണം നമുക്ക് കാണാൻ കഴിയാത്തതാണ്. ഉള്ളിൽ ചവിട്ടല്ലേ, മോനാണ് എൻ്റെ വീഡിയോഗ്രാഫർ, അവനോടാണ് പറഞ്ഞത്. ഈ ഒരു ഫ്രൂട്ട് നമ്മളിപ്പോൾ തൂക്കി വെക്കുക, ഒരു 300-350 ഗ്രാമൊക്കെ വരും. നമ്മൾ ഈ ഒരു ഫ്രൂട്ട് പറിക്കുമ്പോൾ കിട്ടുന്ന നമുക്ക് പറിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, പിന്നെ അത് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം നമുക്ക് കടയിൽ എത്ര വില കൂടിയ ഫ്രൂട്ട്സ് വാങ്ങിച്ച് കഴിച്ചാൽ നമുക്ക് കിട്ടില്ല. അതുപോലെ തന്നെ ഇല്ലാത്തവർക്ക് ഇത് ഭയങ്കര ആകാംക്ഷയാണ്. ഇത് ഞാൻ നട്ടിട്ട് വളർന്നില്ല, അത് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. നല്ല വെയിലുണ്ടെങ്കിൽ ഇത് ഒരുപാട് വളരും. പിന്നെ ഇത് നട്ട സമയത്ത് ഞങ്ങൾ കേട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഇതിങ്ങനെ തൂങ്ങിക്കിടന്നാൽ മാത്രമേ കായ്ക്കുള്ളൂ. ഇതൊന്നും തൂങ്ങിക്കിടക്കുന്നതല്ല, തറയിൽ പടർന്നാണ് കിടക്കുന്നത്. കണ്ട, അവിടെ നിൽക്കുന്ന അതെല്ലാം തറയിൽ പടർന്ന് കിടന്നാണ് കായ്ച്ചിട്ടുള്ളത്. അങ്ങനെയൊന്നും ഒരു പ്രശ്നവുമില്ല. നമ്മളിതിൻ്റെ കൃഷി തുടങ്ങിയ സമയത്തൊക്കെ എല്ലാവരും തൂണ് വേണമായിരുന്നു, ടയറ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത്തരം സൗകര്യങ്ങളൊന്നും ഒരുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഡ്രമ്മിൽ നട്ടു നോക്കിയത്. അത് നല്ല വിജയമായിരുന്നു, ഒരുപാട് കായ്ച്ച്. 2ാം വർഷം, 1 വർഷമായപ്പോൾ തൊട്ട് ഇത് കായ്ക്കുന്നുണ്ട്. നമുക്കിനി സൈറ്റ് 3 പോകാം. അടുത്ത സെക്ഷൻ ഇവിടെ ഒരുപാടുണ്ട്, ഇവിടെയും ഉണ്ട്. അതിൻ്റെ താഴോട്ട് തൂങ്ങി കിടക്കുന്ന സ്ഥലത്തുണ്ട്. ഇതിൻ്റെ കളർ കണ്ടോ, നല്ല പാകമായിട്ടുണ്ട്. പിന്നെ ഇത് നിർത്തേണ്ട കാര്യമില്ല, ഇത് നമുക്ക് പറിച്ച് കഴിക്കാം. അതുപോലെ നമ്മളിത് പറിച്ച് വെച്ചെന്ന് വെച്ച് പെട്ടെന്ന് അത് കേടായി പോകുന്നൊരു പഴമൊന്നുമല്ല. പൊട്ടിയിട്ടൊന്നും ഇല്ലെങ്കിൽ ഇത് കുറച്ച് ദിവസം നന്നായിട്ടിരിക്കും. അപ്പോൾ നമ്മൾ ഇത് പറിച്ചെടുക്കുമ്പോൾ അതിനകത്ത് മുറിവ് പറ്റാത്ത രീതിയിൽ നമുക്കിത് പറിച്ചെടുക്കാം. അതങ്ങനെ വെച്ച് എല്ലാം മുള്ളിൻ്റെ ഇടയിലാണ് കിടക്കുന്നത്. പിന്നെ ഒരു കാര്യമുള്ളത്, ഇതിൻ്റെ മുള്ള് ചിലർക്കൊക്കെ അലർജി ഉണ്ട്, എനിക്ക് അലർജി ഉണ്ട്. ഇത് ചെറുതായിട്ട് കൊണ്ടാൽ മതി, അവിടെ നിന്ന് തൊലി പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അലർജി ഉള്ളവർ ഗ്ലൗസ് ഇടുക. എന്തായാലും ഞാനിടാറൊന്നുമില്ല, എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊട്ടക്ഷനൊക്കെ ചെയ്യാൻ മടിയാണ്, അതുകൊണ്ട് ഞാൻ ഇടില്ല. ഗ്ലൗസ് ഉണ്ട്, പക്ഷേ എനിക്കത് മെനക്കെടാനൊന്നും വയ്യ. എനിക്ക് ഇങ്ങനെ മുള്ളൊക്കെ കൊണ്ടാലും കുഴപ്പമില്ല, അത് പൊക്കോളും. ഇപ്പോൾ വീഡിയോഗ്രാഫറെ കാലിൽ മുള്ളുകൊണ്ടിട്ടുണ്ട്, ശൂശുവൊക്കെ വയ്ക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും നടുക. നിങ്ങളുടെ വീടിനടുത്തൊക്കെ ഇതുപോലെ ഡ്രാഗൺ ഫ്രൂട്ട് ഉള്ളവരുടെ വീട്ടിൽ ചെന്നിട്ട് നിങ്ങൾ ഒരു തണ്ട് ചോദിക്കുക, ആരും തരാതിരിക്കില്ല. കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും സന്തോഷമാണ്. നമ്മുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ ഒരു തണ്ട് വാങ്ങിച്ചുകൊണ്ടേ കാച്ചു എന്ന് അവർ പറയുമ്പോൾ അത് നല്ല സന്തോഷമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും തരും. പിന്നെ അതെ, ഇതിൻ്റെ താഴെ സൈഡിൽ കൂടി കുറച്ചുണ്ട്, ഇതുകൊണ്ട് തീർന്നിട്ടില്ല. അതായത് ഇവിടെ നമ്മുടെ സൈറ്റ് 3 ഡ്രമ്മാണുള്ളത്. കണ്ട, ഇത്രയാണുള്ളത്. ഇത് നമുക്കിപ്പോൾ നമ്മൾ കായ പറിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര കായ്ക്ക് നമ്മൾ പറിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ സൈഡിലും കൂടി ഉണ്ട്. മോനെ അതും കൂടെ പിടിക്കും. റിസ്ക് എടുത്തൊക്കെയാണ് എടുക്കുന്നത്. ഇപ്പോൾ മൊബൈൽ താഴെ പോയാലേ ഞാനും നീ കൂടെ തെറ്റും. എന്നിട്ട് ഇതൊരു കൊച്ചു കള്ളം താ നിൽക്കുന്നു. ഈ ഡ്രാഗൺ നട്ട വളരുന്നില്ല എന്ന് പറയും. ഇതൊക്കെ കണ്ട, ഇത് വെറുതെ മുറിച്ച് കളഞ്ഞ ഒരു തണ്ടിൻ്റെ അറ്റം കിടന്നതാണ്. അതായത് ഇതിന് തറയിലോട്ട് ഒന്നുമില്ല, അതായത് ചുവരിൽ മാത്രമാണ് ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത്. അതായത് ഇതിനൊന്നും വളരാൻ നമ്മൾ സ്ഥലം കൊടുത്താൽ മതി, ഈ പാവം ചെടിയങ്ങ് വളർന്നോളും. ഇതിൻ്റെ വിളവെടുപ്പുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.